നമസ്കാരം. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന നമ്മുടെ സിലബസ് ഭാഗത്ത് ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിലെ നാലാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തേത്. ഇതിനു മുമ്പുള്ള 3 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തേക്കാം. വേറൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ 3 ക്ലാസ്സുകളിലെയും ഈ ക്ലാസ്സിലെയും നോട്ട്സ് PDF ആയിട്ട് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആക്കാം. ഇതുവരെ നിങ്ങൾ ആസ്ഥ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ അംഗമാകാനായിട്ട് ശ്രമിക്കുക. വേറൊരു കാര്യം കൂടി ഇവിടെ പ്രത്യേകം പറയാനുള്ളത്, ആസ്ഥ അക്കാഡമിയുടെ പേരിൽ ധാരാളം വ്യാജ ടെലഗ്രാം ചാനലുകളും വാട്സപ്പ് ഗ്രൂപ്പുകളുമുണ്ട്. ആസ്ഥ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ ഏകദേശം 37,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 37K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പുവരുത്തുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറച്ചധികം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കൂട്ടുകാർ വിചാരിക്കരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അല്ല. നമുക്ക് വളരെ അത്യാവശ്യം വേണ്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ അവിടെ പറഞ്ഞുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലോട്ടാണ് നമ്മൾ വരുന്നത്. 1969 ISRO രൂപീകരിച്ചു എന്ന് നിങ്ങൾക്കറിയാം. 1969 മുതൽ ഇതുവരെ ISROയ്ക്ക് ഒരുപാട് ദൗത്യങ്ങളുണ്ടായിരുന്നു. ആ ദൗത്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കേണ്ടത്. ISROയുടെ ഭാവി പദ്ധതികളെ കുറിച്ചും കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇത് എല്ലാ പരീക്ഷകൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിപ്പോൾ LGS പരീക്ഷയാവട്ടെ, LDC പരീക്ഷയാവട്ടെ, ഡിഗ്രി പരീക്ഷയാവട്ടെ, നാളെ KS-ന്റെ പരീക്ഷയാവട്ടെ, സിവിൽ സർവീസ് പരീക്ഷയാവട്ടെ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷയാവട്ടെ, ഏത് കോമ്പറ്റിറ്റീവ് എക്സാമിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഇത്. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തും ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് ഈ ഭാഗം പഠിക്കണം. അപ്പം അതിനകത്തോട്ട് വരുമ്പോൾ ആദ്യം അവിടെ പഠിക്കേണ്ടത് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്. അത് നിങ്ങൾക്കറിയാം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ചത് എന്നാണ് 1975-ലാണ് അല്ലെ. 1975 ഏപ്രിൽ 19-നാണ് ഏത് വിക്ഷേപിക്കുന്നത്, ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. ആര്യഭട്ട വിക്ഷേപിച്ചത് ഇന്ത്യയിൽ നിന്നാണോ? അല്ല. ആര്യഭട്ട എന്ന് പറയുന്ന നമ്മുടെ സാറ്റലൈറ്റിനെ അന്ന് വിക്ഷേപിച്ചത് റഷ്യക്കാരാണ്. റഷ്യയാണ് വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? ഭാസ്കര 1 ആണ്. 1979-ലാണ്. ജൂൺ മാസം 7-ാം തീയതിയാണ്. വർഷവും ദിവസവും ഓർക്കണമെന്നില്ല. ജൂൺ മാസം 7-ാം തീയതി ഭാസ്കര 1 രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചു. ഇതും വിക്ഷേപിച്ചത് റഷ്യയിൽ നിന്നാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ ആപ്പിൾ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ആപ്പിൾ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം. അതിൻ്റെ പൂർണ്ണരൂപം എന്തെന്ന് ചോദിക്കും. അതിൻ്റെ പൂർണ്ണരൂപം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയാൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ്. അതിൻ്റെ പൂർണ്ണരൂപമാണ് ഏരിയാൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ്. ഇത് വിക്ഷേപിച്ചത് എന്നാണ് 1981 വർഷം വേണം. 1981 ജൂൺ 19-നാണ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ വിക്ഷേപിക്കുന്നത് എന്ന് പഠിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സാറ്റലൈറ്റ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹം അഥവാ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് ആണ് IRS-1A. IRS-1A വിക്ഷേപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1988-ലാണ്. 1988 വർഷം ചോദിക്കത്തില്ല. IRS-1A വിക്ഷേപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ IRS-1A വിക്ഷേപിച്ചതും ബൈക്കനൂർ എന്ന് പറയുന്ന റഷ്യയിലെ വിക്ഷേപണ തറയിൽ നിന്നാണ്. അതേസമയം ആപ്പിൾ വിക്ഷേപിച്ചിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് ഗയാനയിലെ കൗറു എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം മെറ്റ് എന്നുള്ള വാക്ക് അല്ലെ. മെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെറ്റീരിയോളജി. മെറ്റീരിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാവസ്ഥാ
പഠനം, കാലാവസ്ഥാ ശാസ്ത്രം, അതാണ് മെറ്റീരിയോളജി. അപ്പൊ ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ് എന്നുള്ളത് ഓർത്തു വെക്കുക. 2002 ഇത് വിക്ഷേപിച്ചത്. 2002 മെറ്റ്സാറ്റ് വിക്ഷേപിക്കുന്നത്. പക്ഷെ ചോയ്സിൽ മെറ്റ്സാറ്റ് എന്ന് ചിലപ്പോൾ കാണത്തില്ല. കാരണം മെറ്റ്സാറ്റിന് പിന്നീട് ISRO വേറൊരു പേര് കൊടുത്തു, കൽപ്പന ഫസ്റ്റ്. എന്ത് പേര് കൊടുത്തു? കൽപ്പന ഫസ്റ്റ്. 2002 മെറ്റ്സാറ്റ് വിക്ഷേപിക്കുന്നത്. 2003 കൽപ്പന ചൗള എന്ന് പറയുന്ന ഓസ്ട്രോനട്ട്, ഇന്ത്യൻ വംശജയായിട്ടുള്ള ഓസ്ട്രോനട്ട് എന്ത് ചെയ്യുന്നത്? കൊളംബിയ എന്ന് പറയുന്ന വിക്ഷേപണ വാഹനം തകർന്ന് കൊല്ലപ്പെടുന്നത്. അവരോടുള്ള ആദര സൂചകമായിട്ട് നമ്മുടെ ഈ ഉപഗ്രഹത്തിന് പിന്നീട് കൽപ്പന ഫസ്റ്റ് എന്ന് പേര് കൊടുത്തു. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരനാരും ചോദിച്ച രാകേഷ് ശർമ്മയാണെന്ന് നിങ്ങൾക്ക് അറിയാം. 1984 രാകേഷ് ശർമ്മയെ ബഹിരാകാശത്ത് എത്തിച്ചത് ISRO അല്ല. രാകേഷ് ശർമ്മയെ ബഹിരാകാശത്ത് എത്തിച്ചത് റഷ്യൻ സ്പേസ് ഏജൻസിയാണ്, റോസ്കോസ്മോസ് ആണ്. സോയൂസ് T-11 എന്നുള്ള വാഹനത്തിലാണ് രാകേഷ് ശർമ്മ 1984 ബഹിരാകാശത്ത് ചെല്ലുന്നത്. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജയായ വനിത ആരെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൽപ്പന ചൗളയുടെ പേരാണ് പറയുന്നത്. കൽപ്പന ചൗളയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വംശജയായ വനിതയാണ് സുനിത വില്യംസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വംശജയായ വനിത എന്ന് ചോദിക്കുമ്പോൾ കൽപ്പന ചൗളയുടെ പേരല്ല പറയേണ്ടത്, സുനിത വില്യംസിന്റെ പേരാണ് പറയേണ്ടത്. അതാണ് ശരിയായ ഉത്തരം. അപ്പൊ അത് കൽപ്പന ഫസ്റ്റ് എന്ന് പേര് കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹം 2004 വിക്ഷേപിച്ച എജുസാറ്റ് ആണ്. വിദ്യയുടെ ഉപഗ്രഹം കൂട്ടുകാർക്ക് അറിയാം. ഇനി അത് കഴിഞ്ഞിട്ട് കാർട്ടോസാറ്റ് എന്ന് പറയുന്നതിനകത്ത് എന്ത് പർപ്പസിനാണെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. കാർട്ടോളജി അല്ലെങ്കിൽ കാർട്ടോഗ്രാഫി എന്താണ്? ഭൂപട നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. അപ്പോൾ ഭൂപട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് ISRO വിക്ഷേപിച്ച ഉപഗ്രഹം, ആദ്യത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 1, കാർട്ടോസാറ്റ് 2 ഒക്കെ ഉണ്ട്. കാർട്ടോസാറ്റ് 1 ആണ് ആദ്യമായിട്ട് ആ പർപ്പസിന് ISRO വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം. 2005 വർഷം ഓർക്കണമെന്നില്ല, 2005 പക്ഷെ ഈ വർഷം ഓർത്തു വെക്കണം, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ISROയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നാണ് ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം അല്ലെ, ചന്ദ്രയാൻ 1 മൂണിലോട്ടുള്ള ദൗത്യം ചന്ദ്രയാൻ 1 ഏത് കൊല്ലമാണ്? 2008 ഒക്ടോബർ 22. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചാന്ദ്ര ദൗത്യത്തിന് ഉപയോഗിച്ച വിക്ഷേപണ വാഹനം PSLV ആണെന്നറിയാം. ആ PSLV നമ്പർ എത്രയാണ്? PSLV C-11. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനുണ്ട്, മയിൽസ്വാമി അണ്ണാദുരൈ. ഇന്ത്യൻ ചാന്ദ്ര ദൗത്യം 1 അതിന്റെ പ്രോജക്ട് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ മയിൽസ്വാമി അണ്ണാദുരൈ ആണെന്ന് കൂടി പറ്റുമെങ്കിൽ ഓർക്കുക, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാം, പിന്നീട് പഠിക്കാം, വിട്ടേർക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സാറ്റലൈറ്റിലോട്ട് വരാം, അനുസാറ്റ്. ഏതാണ്? അനുസാറ്റ്. എന്താണ് ഈ സാറ്റലൈറ്റിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് ഒരു സർവകലാശാല സാറ്റലൈറ്റ് എന്ത് ചെയ്യുന്നു? നിർമ്മിച്ചെടുക്കുന്നു. ആ സാറ്റലൈറ്റിന്റെ പേരാണ് അനുസാറ്റ്. 2009 ഈ സാറ്റലൈറ്റിനെ ISRO എന്ത് ചെയ്തു? ബഹിരാകാശത്ത് എത്തിച്ചു. അപ്പൊ അവിടെ ഉടനെ വരുന്ന ഒരു ചോദ്യമുണ്ട്, അനുസാറ്റ് വികസിപ്പിച്ചെടുത്ത സർവകലാശാല അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു സാറ്റലൈറ്റ് വികസിപ്പിച്ചെടുത്ത സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ അത് അണ്ണാ സർവകലാശാലയാണ്. അണ്ണാ സർവകലാശാല എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ അണ്ണാ സർവകലാശാലയും കാണും, അണ്ണാമലൈ സർവകലാശാലയും കാണും. രണ്ട് സർവകലാശാലയാണ്. ഇത് അനുസാറ്റിന്റെ കാര്യത്തിൽ ഉത്തരം ഏതാണ്? അത് അണ്ണാ സർവകലാശാലയാണ്. ഓർത്തു വെക്കണം. ഇതുപോലെ 2011 ISROയുടെ നേതൃത്വത്തിൽ IIT കാൺപൂരിലെ പിള്ളേര് വികസിപ്പിച്ചെടുത്ത ഒരു സാറ്റലൈറ്റ് ഉണ്ട്. IIT കാൺപൂരിലെ പിള്ളേർ വികസിപ്പിച്ചെടുത്ത ഒരു നാനോ സാറ്റലൈറ്റ് ഉണ്ട്. ആ സാറ്റലൈറ്റ് ആണ് ജുഗ്നു. അപ്പൊ ജുഗ്നു എന്ന് പറയുന്ന സാറ്റലൈറ്റും ഇതുപോലെ പിള്ളേരെ വികസിപ്പിച്ചെടുത്ത ഒരു സാറ്റലൈറ്റ് ആണ്. എവിടുത്തെ പിള്ളേരാണ്? IIT കാൺപൂരിലെ പിള്ളേർ വികസിപ്പിച്ചെടുത്ത ഒരു സാറ്റലൈറ്റ് ആണ് ജുഗ്നു. നാനോ സാറ്റലൈറ്റ് ആണെന്ന് നമ്മൾ പറയും. നാനോ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞ സാറ്റലൈറ്റ് എന്നുള്ള അർത്ഥത്തിൽ തൽക്കാലം എടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് റിസാറ്റ് 1. എന്താണ്? റിസാറ്റ് 1 അല്ലെ, അതൊന്ന് പഠിക്കുക. റിസാറ്റ് റഡാർ. എന്താണ്? റഡാർ.
എന്താണ്? ഇമേജിംഗ്. റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് എന്ന് ചോദിക്കും. ചോദിച്ചാൽ എന്ത് പറയണം? റിസാറ്റ് 1 എന്ന് പറയണം. റിസാറ്റ് 1. ഇതിൽ കുറച്ചുകൂടി നല്ല ചോദ്യം എന്താണെന്ന് അറിയാമോ? ഈ റിസാറ്റ് 1 എന്ന് പറയുന്ന അതൊരു ടെക്നോളജി കൂടിയാണ്, റഡാർ ഇമേജിംഗ് ടെക്നോളജി കൂടിയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ഒരു റഡാർ ഇമേജിംഗ് ടെക്നോളജി കൂടിയാണ്. അതിൻ്റെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നത് ഒരു വനിതയാണ്, സ്ത്രീയാണ്. അവരുടെ പേര് പഠിച്ചു വെക്കണം, എൻ വളർമതി. അതായത് റിസാറ്റ് പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു ചോദിച്ചാൽ എൻ വളർമതിയാണ്. എൻ വളർമതി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് APJ അബ്ദുൽ കലാം അവാർഡ്. APJ അബ്ദുൽ കലാം അവാർഡ് കൊടുക്കുന്നത് തമിഴ്നാട് സർക്കാരാണെന്ന് പഠിച്ചിട്ടുണ്ട്. 2015 മുതലാണ് APJ അബ്ദുൽ കലാം അവാർഡ് കൊടുക്കാൻ തുടങ്ങിയതെന്നും 2019 APJ അബ്ദുൽ കലാം അവാർഡ് നേടിയത് ഇപ്പോഴത്തെ ISROയുടെ ചെയർമാൻ ഡോക്ടർ K ശിവനാണെന്നും പഠിച്ചു അല്ലെ. അവിടെ 2015 ആദ്യമായിട്ട് APJ അബ്ദുൽ കലാം അവാർഡ് വാങ്ങുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ആര്? എൻ വളർമതി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു സാറ്റലൈറ്റ് സരൾ. ഏതാണ്? സരൾ. ഇതാണ് പ്രാധാന്യം. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി ചേർന്ന് വിക്ഷേപിച്ച ഒരു സാറ്റലൈറ്റ് ആണ്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായിട്ട് വിക്ഷേപിച്ച ഒരു സാറ്റലൈറ്റ് ആണ് സരൾ. വിക്ഷേപിച്ചത് ISRO ആണ്. അതിന്റെ നിർമ്മാണത്തിൽ 2 കൂട്ടരും പങ്കാളിയായിരുന്നു. സരൾ. ഇനി അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ സരൾ എന്ന് പറയുന്ന സാറ്റലൈറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓഷ്യാനോഗ്രാഫിയുമായി ബന്ധപ്പെട്ട പഠനമാണ്. സമുദ്ര പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ, സാറ്റലൈറ്റ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് ഏത്? സരൾ എന്ന് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സാറ്റലൈറ്റിലോട്ട് വരാം. IRNSS-1A. IRNSS-1A അതായത് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. വർഷം ഓർത്തു വേണം, 2013. അപ്പൊ ഈ സാറ്റലൈറ്റിന്റെ പ്രാധാന്യം എന്ത്? ആ പറഞ്ഞതിനകത്തുണ്ടല്ലോ, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അല്ലെ. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ GPS ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ GPS ഉപയോഗിക്കാറുണ്ട്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെ. അപ്പൊ നമുക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന വഴികളൊക്കെ കാണിച്ചുകൊണ്ട് മുമ്പോട്ടുള്ള വഴിയൊക്കെ പറഞ്ഞു വന്നിട്ട് ഗൂഗിൾ നമ്മളെ സഹായിക്കാറുണ്ട്. അതൊരു സാങ്കേതിക വിദ്യയാണ്. അത് സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. അത് വികസിപ്പിച്ചെടുത്തത് GPS എന്ന് പറയുന്ന ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഏത് രാജ്യത്തിന്റെ നാവിഗേഷൻ സിസ്റ്റം ആണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് അമേരിക്കയുടെ നാവിഗേഷൻ സിസ്റ്റമാണ്. ആ പറഞ്ഞതുപോലെ ഇന്ത്യയും എന്ത് ചെയ്യുന്നു? ഒരു നാവിഗേഷൻ സിസ്റ്റം വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി വിക്ഷേപിച്ച ആദ്യത്തെ സാറ്റലൈറ്റ് ആണ് IRNSS-1A. ഏതാണ്ട് ഇതുപോലെയുള്ള 7 ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടി ഇന്ത്യയിലെയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെയൊക്കെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം, ഏതാണ്? നാവിഗേഷൻ സംവിധാനം വളർത്തിയെടുക്കാം എന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ശാസ്ത്രലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭാവിയിൽ സാധാരണക്കാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് രംഗത്തുമൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നായിട്ട് മാറും. ഈ നാവിഗേഷൻ സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് പ്രധാനമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അക്ഷാംശങ്ങളെയും രേഖാംശങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അക്ഷാംശങ്ങളെയും രേഖാംശങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെ. അക്ഷാംശങ്ങൾ എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ ദൂരം മനസ്സിലാക്കാനും രേഖാംശം എന്ന് പറയുന്നത് സമയം മനസ്സിലാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അക്ഷാംശ രേഖാംശങ്ങളുടെ സഹായത്തോടു കൂടി നാവിഗേഷൻ സംവിധാനം വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയിട്ട് ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റം ഉണ്ടാകാൻ പോകുന്നു. അതിലെ ആദ്യത്തെ ഉപഗ്രഹമായിരുന്നു ഏത്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ ആദ്യത്തെ സാറ്റലൈറ്റ് 1A. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2013 കാര്യമാണ് ഈ പറഞ്ഞത്. 2013 തന്നെ ISROയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ദൗത്യം ഉണ്ടായിരുന്നു, മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. 2013 നവംബർ 5 മംഗൾയാൻ വിക്ഷേപിക്കുന്നത് അല്ലെ. മംഗൾയാൻ വിക്ഷേപിച്ചതും ഏതാണ്? PSLV എന്ന് പറയുന്ന വിക്ഷേപണ വാഹനമാണ്. PSLV C-24
C-25 റോക്കറ്റാണ് മംഗൾയാൻ ദൗത്യം എന്ത് ചെയ്യുന്നത്, വിക്ഷേപിക്കുന്നതിൽ അതിൽ നടപ്പിലാക്കുന്നതിന് സഹായിച്ച റോക്കറ്റ് PSLV C-25 ആണ് അല്ലെ. മംഗൾയാൻ എന്ന് പറയുന്ന പദ്ധതിയുടെ പ്രാധാന്യം എന്താണ്? ഒന്ന്, ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചൊവ്വാ ദൗത്യം നടപ്പിലാക്കിയ രാജ്യമാണ് ഇന്ത്യ. അതാണ് മംഗൾയാൻ പദ്ധതി. അത് 2013. ആ സമയത്ത് ASROയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ K രാധാകൃഷ്ണനാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുമ്പോൾ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത് G മാധവൻ നായരാണ്, മലയാളിയായിട്ടുള്ള G മാധവൻ നായരാണ്. അതേസമയം മംഗൾയാൻ വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? അത് ഡോക്ടർ K രാധാകൃഷ്ണനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു ഭാഗത്തോട്ട് വരാം. 2014 ISRO ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിന് കൊടുത്തിരുന്ന പേരിങ്ങനെയാണ്, കെയർ. ഏതാണ് ആ പരീക്ഷണത്തിന്റെ കോഡ്? ഇങ്ങനെയാണ്, കെയർ, CARE. അപ്പോൾ 2014 ISRO നടത്തിയ ഒരു പ്രധാനപ്പെട്ട പരീക്ഷണമാണ് ഏത്? കെയർ. ആ പരീക്ഷണം എന്താണ്? ആ പരീക്ഷണത്തിലെ കെയർ എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം എന്താണ് എന്നുള്ളത് ആദ്യം നോക്കാം. അതിന്റെ പൂർണ്ണ രൂപം ക്രൂ മോഡ്യൂൾ അറ്റ്മോസ്ഫറിക് റീ എൻട്രി എക്സ്പെരിമെന്റ് എന്നാണ്. അപ്പം കെയർ എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം എന്തെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. 2014 ISRO നടത്തിയ പരീക്ഷണമായിട്ടുള്ള കെയർ, അതിന്റെ പൂർണ്ണ രൂപം എന്തെന്ന് ചോദിക്കും. ക്രൂ മോഡ്യൂൾ അറ്റ്മോസ്ഫറിക് റീ എൻട്രി എക്സ്പെരിമെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മനുഷ്യനെ നമ്മൾ ബഹിരാകാശത്തോട്ട് വിക്ഷേപിക്കുകയാണ് അല്ലെ. മനുഷ്യനെ ബഹിരാകാശത്തോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പൊ അങ്ങനെ മനുഷ്യനെ എത്തിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ISRO നടത്തുന്നു. അതിലൊരു എക്സ്പെരിമെന്റ് ആണ് ഏത്? ക്രൂ മോഡ്യൂൾ അറ്റ്മോസ്ഫറിക് റീ എൻട്രി എക്സ്പെരിമെന്റ് അഥവാ കെയർ എന്ന് പറയുന്ന പരീക്ഷണം. ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് വരാം. അതിലോട്ട് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം നമുക്ക് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒബ്സർവേറ്ററിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒബ്സർവേറ്ററിയാണ് ഏതെന്ന് പറഞ്ഞു? ലഡാക്കിലെ ലേയിൽ ഹാൻലെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള, ലഡാക്കില് ലേക്ക് അടുത്തുള്ള ഹാൻലെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒബ്സർവേറ്ററിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സോളാർ ഒബ്സർവേറ്ററിയാണ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സോളാർ ഒബ്സർവേറ്ററിയാണ് തമിഴ്നാട്ടിലുള്ള കൊടൈക്കനാലിലുള്ള ഒബ്സർവേറ്ററി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ ഒരു ഒബ്സർവേറ്ററി ഈ അടുത്ത കാലത്ത് ISRO എന്ത് ചെയ്തു? സ്പേസിലും സ്ഥാപിച്ചു. ISRO അതുപോലെ ഒരു ഒബ്സർവേറ്ററി എവിടെയും സ്ഥാപിച്ചു? സ്പേസിലും സ്ഥാപിച്ചു. ആ ഒബ്സർവേറ്ററിയാണ് ആസ്ട്രോസാറ്റ്. ആ ഒബ്സർവേറ്ററിയാണ് ആസ്ട്രോസാറ്റ്. ഇന്ത്യയുടെ മൾട്ടി വേവ് ലെങ്ത് ഒബ്സർവേറ്ററിയാണ് ആസ്ട്രോസാറ്റ്. ആ ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് 2015. അപ്പോൾ സ്പേസിലുള്ള ഒബ്സർവേറ്ററിയാണ് ഏത്? ആസ്ട്രോസാറ്റ്. വിക്ഷേപിച്ചതെന്നാണ് 2015. വർഷം പ്രധാനമല്ല. അപ്പൊ ഇന്ത്യയുടെ മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററിയാണ് ഏത്? ആസ്ട്രോസാറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ലോകത്ത് ഉള്ള സാറ്റലൈറ്റുകളിൽ വെച്ച് ഏറ്റവും ഭാരം കുറഞ്ഞ സാറ്റലൈറ്റ്, ഇതുവരെ വിക്ഷേപിച്ചിട്ടുള്ള സാറ്റലൈറ്റുകളിൽ വെച്ച് ഏറ്റവും ഭാരം കുറഞ്ഞ സാറ്റലൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് കലാം സാറ്റാണ്. ഏതാണ്? കലാം സാറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഇന്ത്യൻ സാറ്റലൈറ്റ് ആണ്. തമിഴ്നാട്ടിലെ പിള്ളേർ നിർമ്മിച്ചെടുത്ത ഒരു സാറ്റലൈറ്റ് ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ സാറ്റലൈറ്റ്, 64 ഗ്രാം മാത്രം ഭാരമുള്ള സാറ്റലൈറ്റ്. ഏതാണ്? കലാം സാറ്റ്. ഇന്ത്യൻ സാറ്റലൈറ്റ് ആണ്. പക്ഷെ വിക്ഷേപിച്ചിരിക്കുന്നത് നാസയാണ്. അപ്പോ 2017 നാസ ബഹിരാകാശത്തെത്തിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഇന്ത്യൻ സാറ്റലൈറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് കലാം സാറ്റാണ്. കലാം സാറ്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2017 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചു വയ്ക്കണം. ISROയുടെ കാര്യം പറയുമ്പോൾ ആദ്യമായിട്ട് ഒറ്റ ദൗത്യത്തിൽ 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ബഹിരാകാശ ഏജൻസി അല്ലെങ്കിൽ രാജ്യം ഇന്ത്യയാണ്, അല്ലെങ്കിൽ ISRO ആണ്. ഏതാണ്? ISRO ആണ്. ഒറ്റ ദൗത്യത്തിൽ 104 ഉപഗ്രഹങ്ങളെ എന്ത് ചെയ്തു? ഭ്രമണപഥത്തിൽ എത്തിച്ചു എന്നാണ് 2017. അതിനു മുമ്പ്
34ഓളം ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചത് റഷ്യയാണ്. അതായിരുന്നു മുമ്പിലത്തെ റെക്കോർഡ്. ആ 34 ഉപഗ്രഹങ്ങൾ എന്നുള്ള റെക്കോർഡാണ് 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചുകൊണ്ട് ISRO മറികടന്നത് 2017. അതിനുപയോഗിച്ച റോക്കറ്റ് PSLV C-37 ആണ്. PSLV C-37 ആണ്. പക്ഷേ 2021 ജനുവരിയിൽ സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു ബഹിരാകാശ സ്ഥാപനം, സ്പേസ് എക്സ്, അമേരിക്കയിലുള്ള സ്പേസ് എക്സ് എന്ന് പറയുന്ന ബഹിരാകാശ സ്ഥാപനം 143 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിച്ചുകൊണ്ട് ISROയുടെ 104 ഉപഗ്രഹങ്ങൾ എന്നുള്ള റെക്കോർഡ് ഭേദിച്ചു. അപ്പൊ അത് ഓർത്തു വയ്ക്കുക. എന്നാലും 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചു എന്നാണ് 2017. ഏത് വാഹനം? PSLV C-37. ഇനി അത് കഴിഞ്ഞിട്ട് ISROയുടെ 100ാമത് ദൗത്യം, അല്ലെ, 100ാമത്തെ ദൗത്യം 2018 2018. ആ ദൗത്യത്തിൽ PSLV C-40 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനത്തിൽ കാർട്ടോസാറ്റ് 2 സീരീസിലെ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചുകൊണ്ടാണ് ISRO അതിന്റെ 100ാമത്തെ ദൗത്യം പൂർത്തിയാക്കിയത്. അപ്പൊ ആ വർഷം പ്രധാനമാണ് 2018. ആ വിക്ഷേപണ വാഹനം പ്രധാനമാണ് PSLV C-40. ഇനി അത് കഴിഞ്ഞിട്ട് GSAT-11. എന്താണ് GSAT-11ന്റെ പ്രത്യേകത? GSAT-11ന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ വിക്ഷേപിച്ച സാറ്റലൈറ്റുകളിൽ വെച്ച് ഏറ്റവും ഭാരം കൂടിയ സാറ്റലൈറ്റ്, ഇവിടെ മാറിപ്പോകരുത്. ഇന്ത്യയുടെ ഏറ്റവും ഭാരം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും ഭാരം വഹിക്കാൻ പറ്റുന്ന വിക്ഷേപണ വാഹനം ഏതെന്ന് ചോദിക്കുമ്പോൾ GSLV Mark 3 എന്ന് പറയും. അതേസമയം ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ സാറ്റലൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ GSAT-11 ആണ്. 5850, ഏതാണ്ട് 5850 കിലോഗ്രാം ആണ് ആ സാറ്റലൈറ്റിന്റെ ഭാരം. കൃത്യമായിട്ട് പറഞ്ഞാൽ 5854 കിലോഗ്രാം ആണ് ആ സാറ്റലൈറ്റിന്റെ ഭാരം. ഏതിന്റെ? GSAT-11. പക്ഷെ ഇത് ഇന്ത്യൻ സാറ്റലൈറ്റ് ആണ്. വിക്ഷേപിച്ചിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് ഗയാനയിലെ കൗറു എന്ന് പറയുന്ന വിക്ഷേപണ തറയിൽ നിന്നാണ്. അപ്പൊ അതുകൂടി അവിടെ പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും ഭാരം കൂടിയ സാറ്റലൈറ്റ് എന്ന് ചോദിച്ചാൽ GSAT-11 ആണ്. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ സാറ്റലൈറ്റ് അത് നമ്മൾ പഠിച്ചതേ ഉള്ളൂ, കലാം സാറ്റ്. അത് ഏതാണ്? അതൊരു ഇന്ത്യൻ സാറ്റലൈറ്റ് ആണ്. ഒരു ഇന്ത്യൻ സാറ്റലൈറ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് കലാം സാറ്റ് V2 വിക്ഷേപിക്കുന്നത് ISRO ആണ്. കലാം സാറ്റ് വിക്ഷേപിച്ചത് അത് നാസയാണ്. കലാം സാറ്റ് V2 വിക്ഷേപിച്ചത് അത് ISRO ആണ്. തമിഴ്നാട്ടിലെ പിള്ളേരുടെ കുറച്ച് ഉപഗ്രഹങ്ങളാണ് ഏത്? കലാം സാറ്റ്. ഈ ഉപഗ്രഹങ്ങളെ ISRO എന്ത് ചെയ്തു? ബഹിരാകാശത്ത് എത്തിച്ചു. കലാം സാറ്റ് V2. ഈ സമയത്ത് ISRO പറഞ്ഞത് ഈ വിക്ഷേപണം, അതായത് തമിഴ്നാട്ടിലെ പിള്ളേരുണ്ടാക്കിയ ഉപഗ്രഹങ്ങളെല്ലാം ബഹിരാകാശത്ത് എത്തിച്ചുകൊണ്ട് ISRO പറഞ്ഞത് ഈ ഉപഗ്രഹ വിക്ഷേപണം ഇന്ത്യയിൽ കൂടുതൽ സ്പേസ് എഞ്ചിനീയർമാരെയും അതുപോലെ തന്നെ സ്പേസ് സയന്റിസ്റ്റുകളും ഒക്കെ സൃഷ്ടിക്കുന്നതിന് പ്രചോദനമാകുമെന്നാണ്. അത് മാത്രമല്ല, വിദ്യാർത്ഥികളൊക്കെ നിർമ്മിച്ച ഉപഗ്രഹങ്ങളൊക്കെ ISRO നേരത്തെയും ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഉയർന്ന ഭ്രമണപഥത്തിൽ ISRO എത്തിച്ച സാറ്റലൈറ്റ്, വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ സാറ്റലൈറ്റ് എന്ന് ചോദിച്ചാൽ കലാം സാറ്റാണ്. PSLV P4 സ്റ്റേജിൽ വിക്ഷേപിച്ച, അതായത് ഏറ്റവും ഉയരത്തിൽ വിക്ഷേപിച്ച പിള്ളേരുണ്ടാക്കിയ, വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ സാറ്റലൈറ്റ് എന്ന് ചോദിച്ചാൽ അത് കലാം സാറ്റ് V2 ആണ്. ഒന്ന് ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ചന്ദ്രയാൻ 2 നമുക്കറിയാം. ചന്ദ്രയാൻ 2 2019 ISROയുടെ ദൗത്യമായിരുന്നു. ജൂലൈ 22-നായിരുന്നു. 2019 ജൂലൈ 22-നായിരുന്നു. അതിനുപയോഗിച്ച വിക്ഷേപണ വാഹനം നമുക്കറിയാം GSLV Mark 3 M1 ആണ്. GSLV Mark 3 M1-ലാണ് ചന്ദ്രയാൻ 2-ന്റെ വിക്ഷേപണം നടന്നത്, അല്ലെ? ചന്ദ്രയാൻ 2-ന്റെ അതിന്റെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു M വനിത. ചന്ദ്രയാൻ 2-ന്റെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു M വനിത. അതിന്റെ മിഷൻ ഡയറക്ടർ ആയിരുന്നു ഋതു കരിദാൽ. അല്ലെ? ഇന്ത്യയുടെ റോക്കറ്റ് വനിത എന്നറിയപ്പെടുന്ന സ്ത്രീ. സ്ത്രീയാണ് ഋതു
ഋതു കരുതാൽ. റോക്കറ്റ് മാൻ എന്നുള്ളത് ഡോക്ടർ കെ ശിവനാണ്. റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ കെ ശിവനാണ്. മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് APJ ആണ്, അല്ലെ? അതുപോലെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് അത് ടെസി തോമസ് ആണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പഠിച്ചതാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം 2019 ഡിസംബർ 11 സംഭവിച്ചത്. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തൊക്കെ ഈ ചോദ്യങ്ങൾ വരും, ശ്രദ്ധിച്ചോണം. 2019 ഡിസംബർ 11 PSLV C-48 എന്ന് പറയുന്ന നമ്മുടെ റോക്കറ്റ് വിക്ഷേപിക്കപ്പെടുമ്പോൾ വേറെ റെക്കോർഡ് കൂടി ഉണ്ടായി. എന്താണ് അത്? PSLVയുടെ 50ാമത്തെ വിക്ഷേപണമായിരുന്നു. നേരത്തെ പറഞ്ഞത് ISROയുടെ 100ാമത്തെ ദൗത്യം എന്ന് പറയുന്നത് PSLV C-40 റോക്കറ്റ് വിക്ഷേപിച്ചതാണ്. അതിലൂടെ കാർട്ടോസാറ്റ് സീരീസിലെ ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചതാണ്. ISROയുടെ 100ാമത്തെ ദൗത്യം. ഇവിടെ ഇപ്പൊ പറഞ്ഞ അതല്ല. PSLV C-48 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനം റിസാറ്റ് 2BR-1 എന്ന് പറയുന്ന ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചപ്പോ PSLV റോക്കറ്റുകൾ അതിന്റെ 50ാമത്തെ ദൗത്യം പൂർത്തിയാക്കി. അപ്പം PSLVയുടെ 50ാമത്തെ ദൗത്യം അത് PSLV C-48 എന്ന് പറയുന്ന റോക്കറ്റ് വിക്ഷേപിച്ചതോടുകൂടിയാണ്. ഏത് ഉപഗ്രഹത്തിനെ എത്തിച്ചതോടുകൂടിയാണ് ആ ദൗത്യം പൂർത്തിയാക്കിയതെന്ന് ചോദിച്ചാൽ അത് റിസാറ്റ് 2BR-1 എന്ന് പറയുന്ന സാറ്റലൈറ്റ് വിക്ഷേപിച്ചതോടുകൂടിയാണ്. പ്രധാനപ്പെട്ടതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2021 ഫെബ്രുവരി മാസം 28 2021 ഫെബ്രുവരി മാസം 28 PSLV C-51 റോക്കറ്റ് ഒരു ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഒന്നല്ല, വേറെ ഉപഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഒരു ഉപഗ്രഹത്തിന്റെ കാര്യം നമുക്ക് ഇപ്പോൾ പഠിക്കാം. ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ആ ഉപഗ്രഹമാണ് ആമസോണിയ 1. ആ ഉപഗ്രഹമാണ് ആമസോണിയ 1. ആമസോണിയ 1 എന്ന് പറയുന്ന ഉപഗ്രഹം ശരിക്കും അത് ആരുടെ ഉപഗ്രഹമാണ്? ബ്രസീലിന്റെ ഉപഗ്രഹമാണ്. അപ്പം ബ്രസീലിന്റെ ആമസോണിയ 1 എന്ന് പറയുന്ന ഉപഗ്രഹത്തെ നമ്മൾ കാശ് വാങ്ങിച്ചുകൊണ്ട് ISRO എന്ത് ചെയ്തു? ഭ്രമണപഥത്തിൽ എത്തിച്ചു. എന്നാണ് 2021 ഫെബ്രുവരി 28. 2021 ഫെബ്രുവരി 28 അത് PSLVയുടെ C-51 റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ നമുക്ക് പറയാം 53ാമത്തെ ദൗത്യം, അല്ലെ? PSLVയുടെ 53ാമത്തെ ദൗത്യമായിരുന്നു ആമസോണിയ 1. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ISROയുടെ വാണിജ്യ വിഭാഗം ആൻഡ്രിക്സ് കോർപ്പറേഷനും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും 2019 ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന വാണിജ്യ വിഭാഗം കൂടി ഉണ്ടാവുന്നത്. ആ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യത്തെ കച്ചവടമാണ് ഏത്? ആമസോണിയ 1ന്റെ വിക്ഷേപണത്തിലൂടെ നടന്നത്. ആമസോണിയ 1 കച്ചവടം എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞാൽ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് മിഷൻ ഓഫ് നാഷണൽ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്നൊക്കെ പറയാം. അതാണ് ആമസോണിയ 1ന്റെ വിക്ഷേപണം. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാവി പദ്ധതിയിലൂടെ വരാം. ഭാവി പദ്ധതി എന്താണ്? ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണമാണ്. ISROയുടെ ഭാവി പദ്ധതി ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണമാണ്. 2022 ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാനാണ് ISRO തയ്യാറെടുക്കുന്നത്. P വീരമുത്തുവേലാണ് അതിന്റെ പ്രോജക്ട് ഡയറക്ടർ. അതിന്റെ പ്രോജക്ട് ഡയറക്ടർ ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ ആര്? P വീരമുത്തുവേൽ. ചന്ദ്രയാൻ 1ൻ്റെത് മയിൽസ്വാമി അണ്ണാദുരൈ. ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ അത് M വനിത. ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ അത് P വീരമുത്തുവേൽ. ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ ഋതു കരുതാൽ. ചന്ദ്രയാൻ 3യുടെ മിഷൻ ഡയറക്ടർ അവര് തന്നെ, ഋതു കരുതാൽ. ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ദൗത്യം 2022 തന്നെ ISRO നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്ന ഒരു മിഷൻ. എന്ന് പറഞ്ഞാൽ സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മളൊരു ഉപഗ്രഹത്തെ അയക്കുന്നു. സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ദൗത്യത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ആദിത്യ L1. ആ ഉപഗ്രഹത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ആദിത്യ L1. വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് 2022. സൂര്യനെ കുറിച്ച് പഠിക്കാൻ എന്ന് പറയുമ്പോൾ സൂര്യന്റെ എന്ത് പഠിക്കാനാണ് എന്നുള്ളത് ചോദ്യമാണ്. സൂര്യന്റെ കൊറോണയെ കുറിച്ച് പഠിക്കാനാണ്. സൂര്യനിലും കൊറോണയോ? ഈ കൊറോണ വേറെയാണ്. അതായത് സൂര്യന്റെ ബാഹ്യഭാഗത്തുള്ള അന്തരീക്ഷം,
സൂര്യൻ്റെ ബാഹ്യഭാഗത്തുള്ള വാതകപിണ്ഡം, അന്തരീക്ഷം, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടാണ് ഏതിനെ വിടുന്നത്? ആദിത്യ L1 വിടുന്നത്. ഇത് ഭൂമി, ഇത് സൂര്യൻ, ഇതിൻ്റെ ഇടയ്ക്കൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റാണ് L1. ഈ പോയിന്റിൽ എത്തിച്ചാൽ, ഉപഗ്രഹത്തെ ഈ പോയിന്റിൽ എത്തിച്ചാൽ നന്നായിട്ട് ഏതിനെ നോക്കാൻ പറ്റും? സൂര്യനെ കുറിച്ച് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ L1 എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്, ആദിത്യ L1. അപ്പോൾ സൂര്യൻ്റെ ഏറ്റവും ബാഹ്യഭാഗത്തുള്ള അന്തരീക്ഷം ഏത് പേരിൽ അറിയപ്പെടുന്നു? കൊറോണ. അത് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റൂല. നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ലാതെ. പക്ഷേ ഭൂമിയിലിരുന്നു കൊണ്ട് സൂര്യൻ്റെ കാണാൻ പറ്റുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഫോട്ടോസ്ഫിയർ. ഏതാണ്? ഫോട്ടോസ്ഫിയർ ആണ് ഭൂമിയിലിരുന്നു കൊണ്ട് കാണാൻ പറ്റുന്ന സൂര്യൻ്റെ ഭാഗം, ഫോട്ടോസ്ഫിയർ. ഇനി ഇതിനകത്തുള്ള കാര്യം എന്താണ്? എന്തിനാണ് കൊറോണയെക്കുറിച്ച് പഠിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഭൂമിയിൽ ചൂട് കൂടുതലുള്ളത് ഭൂമിയുടെ ഉപരിതലത്തിലാണ്, മുകളിലോട്ട് ചൂട് കുറവാണ്. പക്ഷെ സൂര്യൻ്റെ കാര്യം പറയുമ്പോൾ സൂര്യൻ്റെ കേന്ദ്രഭാഗം, അതായത് സൂര്യൻ്റെ ഉപരിതല ഭാഗത്ത് ചൂട് കുറവാണ്. പക്ഷെ ചൂട് കൂടുതലും എവിടെയാണ്? ബാഹ്യഭാഗത്താണ്. അപ്പൊ സൂര്യനിലെ ഈ താപക്രമത്തെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഏതാണ്ട് 500 കോടി വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ സൂര്യൻ ഇല്ലാണ്ടായി പോകും. അങ്ങനെ ആ സൂര്യൻ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നുമില്ല. മനുഷ്യനൊക്കെ അതിനു മുമ്പേ പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും 500 കോടി വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യൻ ഇല്ലാണ്ടായി പോകുമെന്നൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സൂര്യനിലെ താപക്രമത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രലോകം ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ISRO വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ആദിത്യ L1. ഈ പറഞ്ഞ വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്ന വാഹനം PSLV ആയിരിക്കും. PSLV LX എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു വാഹനമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ ചന്ദ്രയാൻ 3ക്ക് ഉപയോഗിക്കുന്നത് GSLV മാർക്ക് 3 ആയിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പദ്ധതിയുണ്ട്, ഗഗൻയാൻ. എന്താണ് ഗഗൻയാൻ? നമ്മൾ ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാൻ ഉദ്ദേശിക്കുന്നു. പണ്ട് രാകേഷ് ശർമ്മ പോയിട്ടുണ്ട് അല്ലേ? അതുപോലെ അത് റഷ്യക്കാരാണ് കൊണ്ടുപോയത്. അതുപോലെ നമ്മൾ ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. 3 പേരെ ഉടനെ ബഹിരാകാശത്ത് എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. 2023 ആ പദ്ധതി ആലോചിക്കുന്നത്. ആ പദ്ധതിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് ഗഗൻയാൻ. അപ്പോൾ മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ISROയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനല്ല, മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഗഗൻയാൻ. അതുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹ്യൂമൻ സ്പേസ് പ്രോഗ്രാം. ഗഗൻയാൻ പദ്ധതിയുമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹ്യൂമൻ സ്പേസ് പ്രോഗ്രാം. ആ ഹ്യൂമൻ സ്പേസ് പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു വനിതയാണ്, VR ലളിതാംബിക. അപ്പോൾ ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹ്യൂമൻ സ്പേസ് പ്രോഗ്രാമിന്റെ ഡയറക്ടർ ഒരു വനിതയാണ്. ആര്? VR ലളിതാംബിക അല്ലെ? അപ്പൊ ലളിതാംബിക ആര്? VR ലളിതാംബിക ആര്? ഋതു കരുതാൽ ആര്? M വനിത ആര്? N വളർമതി ആര്? അല്ലെ? മയിൽസ്വാമി അണ്ണാദുരൈ ആര്? ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പരീക്ഷണങ്ങൾ ISRO നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൊരു പരീക്ഷണമാണ് ഏത്? കെയർ എന്ന് പറയുന്ന പരീക്ഷണം. 2014 ചെയ്ത പരീക്ഷണം, ക്രൂ മോഡ്യൂൾ അറ്റ്മോസ്ഫറിക് റീ എൻട്രി എക്സ്പെരിമെന്റ്. അപ്പൊ അതുകൊണ്ടാണ് അത് പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞത്, ഇതിന്റെ പൂർണ്ണ രൂപം പഠിക്കണമെന്ന് പറഞ്ഞത്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ കമന്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചു, നമ്മളിങ്ങനെ വിക്ഷേപണ വാഹനമൊക്കെ വീണ്ടും വിട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു വിക്ഷേപണ വാഹനം വിട്ടാൽ അത് തിരിച്ചെടുത്ത് വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ അത് എളുപ്പമായില്ലേ അല്ലെങ്കിൽ ലാഭകരമാവില്ലേ എന്ന് കമന്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിരുന്നു. അയാൾക്കുള്ള മറുപടിയാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ISRO ആലോചിക്കുന്നുണ്ട്. ആ ടെക്നോളജി വളർത്തിയെടുക്കാനായിട്ട് ISRO ശ്രമിക്കുന്നുണ്ട്. ആ ടെക്നോളജിയാണ് റീയൂസബിൾ ലോഞ്ചിങ് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ. അതായത് വീണ്ടും ഉപയോഗിക്കാവുന്ന ലോഞ്ചിങ് വെഹിക്കിൾ, അതുമായി ബന്ധപ്പെട്ട ടെക്നോളജി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റും പദ്ധതികളുമൊക്കെ ISRO പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പൂർണ്ണ രൂപവും പഠിച്ചു വയ്ക്കണം. റീയൂസബിൾ ലോഞ്ചിങ് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ എന്നാണ് ആ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആ പദ്ധതി
പദ്ധതി അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത്, ഈ ദൗത്യം എന്നുള്ള ഭാഗത്ത് പഠിക്കേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ കുറച്ച് ഗവേഷണ സ്ഥാപനങ്ങളെ കുറിച്ച്, ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരെണ്ണമുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു ആണ്. JRD ടാറ്റയാണ് സ്ഥാപിച്ചത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അഥവാ NIAS, നിയാസ്. ഏതാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അഥവാ നിയാസ്. അതിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇനി അതുപോലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമുണ്ട്, CSIR. CSIR എന്താണ് CSIR? കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഒരു ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ കീഴിൽ ഏതാണ്ട് 10-40ഓളം റിസർച്ച് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ ആണ്. ഏത്? CSIR, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഓർത്തു വയ്ക്കണം, പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഇതിന്റെ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ഡൽഹിയിലാണ്. അനുസന്ധാൻ ഭവൻ ഇതിന്റെ ആസ്ഥാനമാണ്. CSIRന്റെ ആസ്ഥാനത്തിന്റെ പേരാണ് അനുസന്ധാൻ ഭവൻ. എവിടെയാണ്? ഡൽഹിയിലാണ്. ഈ CSIR എന്ന് പറയുന്ന സ്ഥാപനം കുറച്ച് പഴക്കമുള്ള ഒരു സ്ഥാപനമാണ്. 1942 ആർക്കോട്ട് രാമസ്വാമിയും ശാന്തി സ്വരൂപ് ഭട്നാഗറും ചേർന്ന് രൂപീകരിച്ച സ്ഥാപനമാണ് ഏത്? CSIR. ആർക്കോട്ട് രാമസ്വാമി, ശാന്തി സ്വരൂപ് ഭട്നാഗർ. അവിടെ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളത്, ഈ ആർക്കോട്ട് രാമസ്വാമി അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർക്കോട്ട് രാമസ്വാമിയെ കുറിച്ച് എന്ത് കാര്യം നിങ്ങൾക്ക് അല്ലാതെ അറിയാം? അത് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഇനി CSIRന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. CSIR ആണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം നൽകുന്നത്. CSIR ആണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം നൽകുന്നത്. സയൻസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ് ഏത്? ഭട്നാഗർ പുരസ്കാരം. ആ ഭട്നാഗർ പുരസ്കാരം നൽകുന്ന ആരും ചോദിച്ചാരാണ്? CSIR ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. അതാണ് എവിടെയെന്ന് പറഞ്ഞു? വലിയമല. ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളതിന് പകരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എവിടെ സ്ഥിതി ചെയ്യുന്നു? വലിയമല. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതൊന്ന് തിരുത്തണം. ഇതുപോലെ വേറൊരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പറഞ്ഞതിൽ ചെറിയ ഒരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ പറഞ്ഞു കാർബൺ രേഖയാണ് എന്ത് ചെയ്യുന്നത്? വായുമണ്ഡലത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്നതെന്ന് പറഞ്ഞു. ഭൗമോപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്റർ മുകളിലുള്ള ഒരു സാങ്കല്പിക അതിർവരമ്പാണ് കാർബൺ രേഖ. അതിന് മുകളിലോട്ടാണ് സ്പേസ് എന്നാണ് പറഞ്ഞത്. അത് മീസോസ്ഫിയർ എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. തെർമോസ്ഫിയറിലാണ്. കാർബൺ രേഖ എവിടെയാണ്? തെർമോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ എന്ന് പറഞ്ഞവർ ഏതാണ്ട് 85 കിലോമീറ്റർ വരെയാണ് മീസോസ്ഫിയർ. അതിനുശേഷം തെർമോസ്ഫിയർ തുടങ്ങാണ്. അപ്പോൾ അത് വരുന്നത്, കാർബൺ രേഖ വരുന്നത് തെർമോസ്ഫിയറിലാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് പറ്റിയ ഒരു തെറ്റാണ്, ഒന്ന് നിങ്ങളത് തിരുത്തണം. അപ്പോൾ 4 ക്ലാസ്സുകളിലായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. തുടങ്ങിയപ്പോൾ ഉള്ളതുപോലെയാണോ എന്ന് നിങ്ങൾ ആദ്യം മുതൽ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നെങ്കിൽ ആദ്യം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള അറിവാണോ നിങ്ങൾക്കുള്ളത്? പലതും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഈ എഫർട്ടിന് ലൈക്ക് തരണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അല്ലാതെ നിങ്ങൾക്ക് വേറൊന്നും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാനായിട്ട് കഴിയില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.